നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും അഥവാ ജിന്നുകളിൽ നിന്നും വഅൈനിൽ ഇൻസാനി മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു. അപ്പോൾ ജിന്നുകളുടെ ശല്യമുണ്ട്. അത് വസ്വാസാകാം, അവർ ഉണ്ടാക്കി തീർക്കുന്ന വസ്വാസുകളാവാം. അതേപോലെ തന്നെ സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും ആളുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ജിന്നുകളിലൂടെ ഉണ്ടാവാം. പല രോഗങ്ങളും ജിന്നുകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജിന്ന് ബാധയുണ്ട്. ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ നിലക്ക് പല നിലക്കുമുള്ള ഷർറുകൾ ജിന്നുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്തരം ഷർറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. വഅൈനിൽ ഇൻസാൻ മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും. അപ്പോൾ കണ്ണേറ് യാഥാർത്ഥ്യമാണ്, ജിന്നുകളുടെ ശല്യവും യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയിൽ നിന്ന് കാവൽ തേടിയിരുന്നു. ഹത്താ നസലത്തിൽ മുഅവ്വിദത്താനി ഇറങ്ങുന്നതുവരെ. ഏതാണ് ഈ മുഅവ്വിദത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസുമാണ്. എല്ലാ നിലക്കുമുള്ള കണ്ണേറിൽ നിന്ന്, അസൂയയിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ പ്രേരണകളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് എല്ലാം, അതേപോലെ തന്നെ സിഹർ ചെയ്യുന്ന ആളുകളുടെ കെടുതികളിൽ നിന്നൊക്കെ രക്ഷ തേടിക്കൊണ്ടുള്ള അധ്യായങ്ങളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. അവക്ക് നൽകപ്പെട്ട പേര് പോലും അഭയം തേടുന്ന, കാവൽ തേടുന്ന അധ്യായങ്ങളെന്നാണ്. 2 അധ്യായങ്ങൾ. അതാണ് അൽ മുഅവ്വിദത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാവൽ തേടുന്ന, കാവലിനെ ചോദിക്കുന്ന അധ്യായങ്ങൾ. ഈ 2 അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഫലമ്മാ നസലത അഖദ ബിഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 അധ്യായങ്ങളെ മുറുകെ പിടിക്കുകയും വതറകമാ സിവാഹുമ, അതിനപ്പുറത്തുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നിർവഹിച്ചിരുന്ന പ്രാർത്ഥനകൾക്ക് പകരമായി അള്ളാഹുവിൻ്റെ റസൂൽ ഈ 2 സൂറത്തുകളെ മുറുകെ പിടിച്ചു എന്നാണ്. അപ്പോൾ ഈ 2 സൂറത്തുകൾ കണ്ണേറിൽ നിന്നും ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നുമൊക്കെ രക്ഷ നൽകുന്ന സൂറത്തുകളാണ്. അതുകൊണ്ട് തന്നെ സിഹർ, കണ്ണേറ്, ജിന്നുകളുടെ ശല്യം, ഇതിനെയെല്ലാം ഭയപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ 2 സൂറത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കലും പാരായണം ചെയ്യലുമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ഉഖബ് അലാ ഉഅല്ലിമുക സൂറത്തൈനി മിൻ ഖൈരി സൂറത്തൈനി ഖറഅ ബിഹിമൻ നാസ്, ഞാൻ താങ്കൾക്ക് 2 സൂറത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ? ജനങ്ങൾ പാരായണം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല 2 സൂറത്തുകളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഇത് മനുഷ്യർ പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല 2 സൂറത്തുകളാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റ ബിഹിമ കുല്ലമാ നിംത വകുല്ലമാ ഖുംത, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യുക. എപ്പോഴെല്ലാം ഉറങ്ങി എഴുന്നേൽക്കുന്നുണ്ടോ അപ്പോഴും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ ഈ പറയപ്പെട്ട ഷർറുകളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകുന്നതാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യുറ മിസ്ലുഹുന്ന ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുല്യതയില്ലാത്ത 2 അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതിന് സമാനമായത് കാണപ്പെട്ടിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമർഹിക്കുന്ന സൂറത്തുകളാണ് ഈ 2 സൂറത്തുകൾ. ഇമാം നസായി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇത്ര കൂടി പറയുന്നു, മാ സഅല സായിലുൻ ബിമിസ്ലിഹിമാ, ചോദിക്കുന്ന ഒരാളും ഈ 2 സൂറത്തുകൾ മുഖേന ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല. വലസ്തആദ മുസ്തഈദുൻ ബിമിസ്ലിഹിമാ, ഈ 2 സൂറത്തുകൾ കൊണ്ട് ശരണം തേടുന്നത് പോലെ മറ്റു വേറൊന്നുകൊണ്ടും ഒരു ശരണം തേടുന്ന ആളും ശരണം തേടുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരണം തേടുന്ന, കാവലിനെ ചോദിക്കുന്ന, അഭയം തേടുന്ന അധ്യായങ്ങളിൽ, പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഇവ 2ഉം പാരായണം ചെയ്യുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അവർ നിർഭയരായിരിക്കും. കാരണം അതിലൂടെ അവർ കാവൽ തേടുന്നത് അള്ളാഹുവിനോടാണ്. അതിലൂടെ അവർ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സൂറത്തുകളെ നമ്മൾ മുറുകെ പിടിക്കുക. അതിൻ്റെ കൂടെ സൂറത്തുൽ ഇഖ്ലാസ് കൂടി ഉണ്ടെങ്കിലോ അത് അങ്ങേയറ്റത്തെ കാവലാണ്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, താങ്കൾ ഇങ്ങനെ പറയണം. അദ്ദേഹം ചോദിച്ചു, എന്താണ് പറയേണ്ടത്? റസൂൽ ആവർത്തിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുംസി വഹീന തുസ്ബിഹു 3 മർറാത്തിൻ. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും
സൂറത്തുന്നാസും നീ എല്ലാ രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലുക. എല്ലാ രാവിലെയും 3 തവണ, എല്ലാ വൈകുന്നേരവും 3 തവണ. ഈ 3 സൂറത്തുകൾ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാറ്റിൽ നിന്നും നിനക്ക് കാവലായി അത് മതിയാകുന്നതാണ്. എല്ലാ ഹൈറുകൾക്കും അത് കാരണമായി തീരും. എല്ലാ ഷെറുകളിൽ നിന്ന്, കണ്ണേറ്, സിഹർ, ജിന്നുകളുടെ ശല്യം, പിശാചിൻ്റെ ശല്യം, എല്ലാറ്റിൽ നിന്നും മതിയാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാവിലെയും വൈകുന്നേരവും 3 തവണ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രോഗം വന്നാൽ, എന്തെങ്കിലും രോഗങ്ങൾ, അതേത് രോഗമാകട്ടെ, ആ രോഗം വന്നാൽ ഈ സൂറത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദഷ്തക യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി വയൻഫുസു ഫലമ്മ ഇഷ്തദ്ദ വജഉഹു കുൻതു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു രോഗം വന്നാലും മുഅവ്വിദാത്തുകൾ കൊണ്ട്, മുഅവ്വിദാത്ത് എന്ന് ബഹുവചന രൂപത്തിൽ പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുന്നാസ്, ഇത് പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകളിലേക്ക് ഊതി ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കടുത്ത സന്ദർഭത്തിൽ ഞാനായിരുന്നു പ്രവാചകൻ ഓതിക്കൊടുത്തിരുന്നത്. എന്നാൽ പ്രവാചകൻ്റെ കൈകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു തടവിയിരുന്നത്. അപ്പോൾ രോഗങ്ങളുണ്ടായാലും ഈ സൂറത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്കത് പകരമാവുന്നതാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചൊല്ലിയിരുന്ന രീതി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന ഇദാ അവ ഇലാ ഫിറാശി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ് സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹിഹി വമാ അഖ്ബല മിൻ ജസദിഹി യഫ്അലു ദാലിക 3 മർറാത്തിൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ കൈകളെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കൈകളിലേക്ക് ആദ്യം ഊതും. ചില റിവായത്തുകളിലുള്ളത് ഓതിയതിന് ശേഷം ഊതും. ഏതൊക്കെയാണ് ഓതുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് ഓതിയിട്ട് ആദ്യം തടവുന്നത് തലയും മുഖവുമാണ്. പിന്നെ ശരീരത്തിൻ്റെ സാധിക്കുന്ന ഭാഗങ്ങളിലും പുറം ഭാഗങ്ങളിലുമൊക്കെ ഇതുകൊണ്ട് തടവും. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആവർത്തിക്കാറുണ്ട്. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലിക്കിടക്കുക. നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഅവ്വിദത്തൈനി ഓതണം, ഉറങ്ങി എഴുന്നേറ്റാലും ഓതണം. അതേപോലെ തന്നെ ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമറനി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖറ അൽ മുഅവ്വിദാത്തി ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും രോഗങ്ങളുണ്ടാകുന്ന സന്ദർഭത്തിലും അതേപോലെ തന്നെ കടുത്ത പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. സിഹറിനെ, കണ്ണേറിനെ, അതേപോലെ തന്നെ ജിന്നുകളുടെ ശല്യങ്ങൾ ഭയപ്പെടുമ്പോഴൊക്കെ ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ അത് മതിയാകുന്നതാണ്. ഈ സൂറത്തുകളെ മുറുകെ പിടിക്കുന്ന മുവഹിദുകളായ ആളുകൾ അവർ നിർഭയരായിരിക്കും. അവർ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. എന്നാൽ ഇതൊന്നുമില്ല, യാഥാർത്ഥ്യമില്ല, സിഹറിന്, കണ്ണേറിന്, ജിന്നുകളുടെ ശല്യത്തിന് എന്ന് പറയുന്നവർ ഇതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നതും ജീവിതത്തിൽ കാണിച്ചു തന്നതുമായ കാര്യങ്ങൾ അവർ ചെയ്യുകയില്ല. കാരണം അവരതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് വളരെ വലിയ അപകടമാണ്. അത്തരം ആളുകളെയാണ് സിഹറും കണ്ണേറും പിശാചിൻ്റെ ശല്യവും ബാധിക്കാൻ കൂടുതൽ അർഹതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഈ വിഷയത്തിൽ മധ്യമ നിലപാടാണ്. അവർ ഇതിനെ ഒന്നും നിഷേധിക്കുന്നില്ല. അതേ സന്ദർഭത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിൽ തവക്കുലാക്കുകയും അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്തുകൊണ്ട് അവർ നിർഭയരായിത്തീരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ നിർഭയരായിത്തീരുകയാണ് ചെയ്യുന്നത്. പല ആളുകളും ആരോപിക്കുന്നത് പോലെ അവർ പേടിക്കുന്ന ആളുകളല്ല, അവർ ഭയപ്പാടിൻ്റെ ആളുകളല്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവർ നിർഭയരായിത്തീരുന്നു. അതേ സന്ദർഭത്തിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന വിഡ്ഢികളുമല്ല അവർ. അതുകൊണ്ട് ഈ ഒരു നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. അപ്പോൾ സിഹറിനെ, കണ്ണേറിനെ, ജിന്നുകളുടെ ശല്യത്തെ ഭയപ്പെട്ടാൽ ഈ 2 സൂറത്തുകളെ മുറുകെ പിടിക്കുക. നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ പതിവായി എല്ലാ ദിവസവും നമ്മളിത് ചൊല്ലുന്നവരാണെങ്കിൽ പിശാചുക്കളുടെ ശല്യത്തിൽ നിന്നും മറ്റും നമുക്ക് കാവൽ ലഭിക്കുന്നതാണ്.